പ്രകാശ് മാഷെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തകളിൽ കാണുന്ന ചില വാർത്തകളിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു കട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കട്ടിലിന് 1,00,000-ൽ പരം രൂപയായിട്ടുണ്ട് എന്നാണ്. ഏത് റിപ്പോർട്ടിലാണ് ഇത് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ടോ? ഓഡിറ്റർമാർ കണ്ടെത്തിയതിനകത്തുണ്ടോ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ളൊരു വാക്ക് അവിടെ എങ്ങനെയാണ് വന്നത്? ഇതിൽ യഥാർത്ഥത്തിൽ ധാരാളം കാര്യങ്ങൾ അർദ്ധസത്യങ്ങൾ പോലുമല്ല, അസത്യങ്ങളാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ പ്രതിപക്ഷവും പറയുന്ന കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും സത്യവുമായിട്ട് പുലബന്ധമില്ലാത്തതാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിനെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇറക്കിയിരിക്കുന്ന പത്രപ്രസ്താവനയിൽ വളരെ കൃത്യമായ നിലയ്ക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി കട്ടിൽ വാങ്ങുമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എടുക്കാനുള്ള കട്ടിൽ വാങ്ങി എന്നല്ലേ ആരും വിചാരിക്കുക? ഇപ്പോൾ സ്വാഭാവികമായിട്ട് VIP വരുന്ന സമയത്ത് ഗസ്റ്റ് ഹൗസുകളിൽ അവിടെ ഏതെങ്കിലും നിലക്കുള്ള പുതിയ ഫർണിച്ചർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു മഹാകാര്യമല്ലല്ലോ. അത് സത്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ലക്ഷങ്ങൾ എത്രയോ ആളുകൾ വേറെയും ഉണ്ടല്ലോ, ന്യായാധിപന്മാരുണ്ട്, വലിയ വലിയ കേന്ദ്രമന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്, ഇന്ത്യയിൽ എങ്ങാണും ഉള്ള ആളുകളുണ്ട്, അവിടെയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ തന്നെ അവിടെ ടാർഗറ്റ് ചെയ്ത് വാർത്തകളിൽ വരുന്നത് എങ്ങനെയാണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ LDFന്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് അതിനെ അധിക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയത്തക്ക നിലക്ക് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം മോഷ്ടിച്ചത് ആരാണ് എന്നുള്ളതിൻ്റെ പ്രചരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഖുറാനകത്ത് സ്വർണം കടത്തിയതിനെ സംബന്ധിച്ച് ആരെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവൻ ഈത്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തിയത് ആരെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിലേക്ക് അങ്ങനെ കഥകളങ്ങ് പറയാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വലിയ കാര്യമാണല്ലോ, ദേവസ്വം ബോർഡിന് ചെലവഴിച്ച പണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇന്ന് പബ്ലിക് റിലേഷൻസ് പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്ത പണമാകത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെങ്കിലും സത്യസന്ധമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? അപ്പോൾ നട്ടാൽ പൊടിക്കാത്ത കളവ് മുഖ്യമന്ത്രി അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, LDFനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിർലജ്ജമായി പറയുന്നത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തനാവുക? അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒന്നാണ്. സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രിയും അതുപോലെ കട്ടിൽ വാങ്ങലുമായിട്ട് എന്താ ബന്ധമുള്ളത്? അവിടെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി മാത്രമാണോ? ഇനി ഗസ്റ്റ് ഹൗസിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ വാങ്ങിയെന്ന് വെക്കുക, അത് ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രി മാത്രമാണോ? ഈ രാജ്യത്തിനകത്ത് VIPകളും VVIPകളും എന്തിനവിടെ ഗവർണർ വന്നാൽ പ്രധാനമന്ത്രി വന്നാൽ എല്ലാം ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പറയത്തക്ക നിലക്ക് ഇവർക്ക് യഥാർത്ഥത്തിൽ LDF വിരുദ്ധ തിമിരം ബാധിച്ച് കണ്ണ് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പറയുന്ന കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷവും വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. അസത്യങ്ങളെയും അർദ്ധസത്യങ്ങളെയും കൂട്ടിയിണക്കിയിട്ട് എങ്ങനെയും ഇടതുപക്ഷത്തെ ആഞ്ഞടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കള്ളപ്രചാര വേലയാണ് ഇവിടെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്, BJP പിന്തുണക്കുന്നത്. നിർഭാഗ്യവശാൽ അതിനെ എല്ലാ നിലക്കും പിന്തുണക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇല്ലാത്ത തെളിവുകൾ, ഇല്ലാത്ത രേഖയിൽ പറയാത്ത കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്ന ഒരിടത്തും കാണാത്ത കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിർഭാഗ്യകരമാണ് എന്ന് സത്യസന്ധമായിട്ടുള്ള മാധ്യമ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പറയാൻ വേണ്ടി കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.